ഇന്ത്യയിൽ നിന്നും ഓരോ വർഷവും ഉപരിപഠന സ്വപ്നങ്ങളുമായി വിദേശ രാജ്യങ്ങളിൽ പോകുന്ന വിദ്യാർത്ഥികൾ നിരവധിയാണ്. എന്നാൽ ഏറെ പ്രതീക്ഷയുമായിരിക്കുന്ന വീട്ടുകാരെയും നാടിനെയും കണ്ണീരിലാഴ്ത്തുന്ന വാർത്തകളും പലപ്പോഴായി അവിടെ നിന്നും കേൾക്കാറുണ്ട്. പഠനത്തിനിടെ അവരിൽ പലരും പല സാഹചര്യങ്ങളാൽ മരിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം. കഴിഞ്ഞ 5 വർഷത്തിനിടെ വിദേശ രാജ്യങ്ങളിൽ വിവിധ കാരണങ്ങളാൽ മരിച്ചത് 633 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായത് കാനഡയിൽ എന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു. 172 വിദ്യാർത്ഥികളാണ് ഇക്കാലയളവിൽ കാനഡയിൽ മരിച്ചത്. ലോക്സഭയിൽ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗാണ് ഇക്കാര്യം അറിയിച്ചത്. 19 ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിവിധ ആക്രമണത്തിനിരയായും കൊല്ലപ്പെട്ടു. കാനഡയിൽ തന്നെയാണ് അതും കൂടുതൽ, 9 മരണങ്ങൾ. US-ൽ 6 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. 633 പേരിൽ US-ൽ 108 പേർ, UK-ൽ 58 പേർ, ആസ്ട്രേലിയയിലും റഷ്യയിലും 37 പേർ വീതവുമാണ് മരിച്ചത്. ഉക്രൈനിൽ 18 പേരും ജർമ്മനിയിൽ 24-ഉം ജോർജിയ, കിർഗിസ്ഥാൻ, സൈപ്രസ് എന്നിവിടങ്ങളിൽ 12 വീതവും ചൈനയിൽ 8 പേരും മരിച്ചിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ വിവിധ കാരണങ്ങൾ മൂലം കഴിഞ്ഞ 5 വർഷം വിദേശ രാജ്യങ്ങളിൽ 633 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് മരിച്ചതെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ ലഭ്യമായ കണക്കെന്ന് മന്ത്രി വ്യക്തമാക്കി. വിദേശത്തുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സുരക്ഷ നൽകുന്നത് ഇന്ത്യൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ മുൻഗണനകളിൽ ഒന്നാണ്. വിദേശത്തുള്ള ഇന്ത്യൻ പ്രതിനിധികൾ വിദേശ സർവകലാശാലകളിൽ ചേരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി പതിവായി സമ്പർക്കം പുലർത്തി വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 3 വർഷത്തിനിടെ മൊത്തം 48 ഇന്ത്യൻ വിദ്യാർത്ഥികളെ US-ൽ നിന്ന് നാടുകടത്തിയതായും കീർത്തി വർദ്ധൻ സിംഗ് പറഞ്ഞു. ഇതിൻ്റെ കാരണങ്ങൾ US അധികൃതർ ഔദ്യോഗികമായി പങ്കുവച്ചിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. അനധികൃത ജോലി, ക്ലാസുകളിൽ നിന്ന് അനധികൃതമായി പിൻവലിയൽ, ക്ലാസുകളിൽ നിന്ന് സസ്പെൻഷനും പുറത്താക്കലും, ഓപ്ഷണൽ പ്രാക്ടിക് ട്രെയിനിങ്, തൊഴിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പരാജയം എന്നിവ വിദ്യാർത്ഥികളുടെ നിയമവിരുദ്ധ സാന്നിധ്യത്തിനും ഒടുവിൽ നാടുകടത്തലിനും ഇടയാക്കിയേക്കാവുന്ന കാരണങ്ങളിൽ ചിലതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൂലൈ 7-ന് US-ലെ അൽബാനിയയിൽ ബാർബർവില്ലെ വെള്ളച്ചാട്ടത്തിൽ വീണ് 26-കാരനായ ഇന്ത്യൻ വിദ്യാർത്ഥി മുങ്ങി മരിച്ചിരുന്നു. ആന്ധ്രയിലെ കിഴക്കൻ ഗോദാവരി ജില്ലയിലെ ചിത്യാല സ്വദേശി സായി സൂര്യ അവിനാഷ് ഗഡ്ഡയാണ് മരിച്ചത്. ട്രെയിൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്നു സായി. അതിനു മുമ്പ് മെയ് 4-ന് 22-കാരനായ ഇന്ത്യൻ വിദ്യാർത്ഥി ആസ്ട്രേലിയയിലെ മെൽബണിൽ കുത്തേറ്റു മരിച്ചിരുന്നു. ഏതാനും ഇന്ത്യൻ വിദ്യാർത്ഥികളുമായുള്ള വാക്കുതർക്കത്തിനിടെയാണ് കുത്തേറ്റത്. വാടകയുമായി ബന്ധപ്പെട്ട ചില വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ഇടപെട്ടപ്പോഴായിരുന്നു നവജീതിന് കുത്തേറ്റത്. ഏപ്രിലിൽ US-ൽ കാണാതായ 25-കാരനായ ഇന്ത്യൻ വിദ്യാർത്ഥി മുഹമ്മദ് അബ്ദുൽ അർഫാത്തിനെ ഒഹിയോയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. മാർച്ച് 7-നായിരുന്നു ഹൈദരാബാദുകാരനായ അർഫാത്തിനെ കാണാതായത്. മാർച്ച് 19-ന് വീട്ടിലേക്ക് സൈക്കിളിൽ പോകുന്നതിനിടെ ഇന്ത്യൻ വിദ്യാർത്ഥിനി ലണ്ടനിൽ ട്രക്കിടിച്ചു മരിച്ചിരുന്നു. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ ബിഹേവിയർ മാനേജ്മെൻറ്റിൽ ഗവേഷണം നടത്തിയിരുന്ന 33-കാരിയായ ചെയ്സ്ത കൊച്ചാറാണ് മരിച്ചത്. ഫെബ്രുവരി 1-ന് US-ലെ സിൻസിനാറ്റിയിൽ ഇന്ത്യൻ വംശജനായ ശ്രേയസ് റെഡ്ഡി ബെനിഗേരി എന്ന വിദ്യാർത്ഥിയും കൊല്ലപ്പെട്ടിരുന്നു. ജനുവരിയിൽ 25-കാരനായ വിവേക് സൈനി എന്ന മറ്റൊരു ഇന്ത്യൻ വിദ്യാർത്ഥിയും US-ൽ കൊല്ലപ്പെട്ടു. ഭവനരഹിതനും മയക്കുമരുന്നിന് അടിമയുമായ ഒരാൾ വിദ്യാർത്ഥിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊല്ലുകയായിരുന്നു. അതിനു മുമ്പ് പർജു സർവകലാശാലയിൽ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായിരുന്ന നീൽ ആചാര്യ എന്ന വിദ്യാർത്ഥിയും കൊല്ലപ്പെട്ടിരുന്നു. വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ആചാര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതുൾപ്പെടെ പല മരണങ്ങളുടെയും കാരണങ്ങൾ ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം.